തൃശൂർ മുൻ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഇന്നലെ രാത്രിയാണ് സജീവന്റെ വീട് ആക്രമിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ജെയ്സൺ ചാമവളപ്പിൽ ചേരുകയാണ്. ജെയ്സൺ, ഇന്നലെ DCC പ്രസിഡന്റും ഒപ്പം തന്നെ LDF ജില്ലാ ചെയർമാനും രാജിവെച്ചിരുന്നു. അതിനുശേഷവും പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? ഒപ്പം തന്നെ ഈ DCC മുൻ സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇപ്പോൾ എന്താണ് അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് ജോസ് പള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിവെച്ചിരുന്നു. അതിനുശേഷം ഉച്ചതിരിഞ്ഞോടുകൂടി KPCCയുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. സജീവൻ കുരിയച്ചിറ ഉൾപ്പെടെ 2 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം DCCയിലുണ്ടായ കയ്യാങ്കളിയുടെ പശ്ചാത്തലത്തിലാണ് ഈ സസ്പെൻഷൻ ഉണ്ടായത്. പിന്നീടാണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി സജീവൻ കുരിയച്ചിറയുടെ വീടിൽ നേരെ ആക്രമണം ഉണ്ടായത്. വീടിന്റെ ജനൽച്ചിലുകൾ തകർത്തു. വീട്ടിന് മുന്നിൽ വെച്ചിരുന്ന ചെടിച്ചട്ടികളെല്ലാം തകർക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് ഈ സമയത്ത് സജീവൻ കുരിയച്ചിറയുടെ അമ്മയും സഹോദരന്റെ ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയും ഈ അക്രമി സംഘം അവിടെ എത്തിയിരുന്നു എന്നാണ് സജീവൻ കുരിയച്ചിറ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞത്. ഏതായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂർ കോൺഗ്രസിനകത്തെ തമ്മിലടിയാണോ ഇത്തരത്തിൽ സംഭവമെന്നാണ് പോലീസ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. കോൺഗ്രസിന്റെ 2 ഗ്രൂപ്പുകൾ തിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ ഒരു വീടാക്രമിക്കുന്നതിലേക്ക് എത്തിയോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ തൃശൂർ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഇടപെട്ടിട്ടും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം. ഇന്നലെ രാത്രി തന്നെ പോലീസ് വീട്ടിലെത്തി വിശദമായ മൊഴിയെടുത്തിരുന്നു. സജീവൻ കുരിയച്ചിറയുടെയും അവരുടെ അമ്മയുടെയൊക്കെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ഈ സമീപ പ്രദേശങ്ങളെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അക്രമികളെ സംബന്ധിച്ച വിവരം പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല. അന്വേഷണം ഊർജിതമാക്കുകയാണ് രഞ്ജിത്ത്. തീർച്ചയായും തൃശൂർ മുൻ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ശക്തമാക്കിയിരിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകുന്നത്.